ഈശോയിലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചതായിട്ടത് ഈശോ അത്തിമരത്തെ ശപിക്കുന്ന രംഗമാണ്. ഈശോ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവന് വിശന്നു. അവിടെ ഒരു അത്തിമരം കണ്ട് അതിന് എന്തെങ്കിലും ഉണ്ടാകാമെന്ന് കരുതി ഈശോ അതിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇലകളില്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ആ സമയത്ത് ഇനി ഒരിക്കലും നിന്നിൽ നിന്നും ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈശോ അത്തിമരത്തെ ശപിക്കുകയാണ്. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, ഞാൻ ചെയ്തത് മാത്രമല്ല, വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിനേക്കാളും വലുത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് പറയുകയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വചനമാണ്. ഇന്നത്തെ ലേഖന ഭാഗത്തില് യാക്കോബസിലെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചരാകാതെ അത് അനുവർത്തിക്കുക കൂടി ചെയ്യുന്നവരാകുമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ വെറുതെ കേട്ട് മറന്നാൽ പോരാ, മറിച്ച് അത് അനുവർത്തിക്കുക കൂടി ചെയ്യുന്നവരാകും. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന വചനം ഇതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ യാക്കോബസിലെ പറയുന്നത് പോലെ ഈ വചനം കേട്ട് അത് അനുവർത്തിക്കാനായിട്ട്, അത് പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നേടിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും സമൃദ്ധമായിട്ട്